മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാതെ രാജീവ് ചന്ദ്രശേഖർ തന്നെ കക്ഷി നേതാവ് ആക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 2 അധികാര സ്ഥാനം വരുമെന്ന വാദം ഉന്നയിച്ചാണ് രാജീവിന്റെ മറുനീക്കം. വി മുരളീധരനെ കക്ഷി നേതാവാക്കാനായിരുന്നു കോർ കമ്മിറ്റിയിലെ ഭൂരിപക്ഷാഭിപ്രായം. വിജൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജൻ, ആകെ 3 പേരുണ്ട്. ഈ സഭാ കാലയളവിലൊക്കെ തന്നെ ഒരുമിച്ച് പോകേണ്ടവരാണ്. അവർക്കിടയിൽ ഇപ്പോൾ തന്നെ തർക്കം തുടങ്ങിയോ? അനിഷ, തീർച്ചയായും. അതായത് 3 അംഗങ്ങളാണ് ഇത്തവണ നിയമസഭയിൽ BJPക്കുള്ളത്. ചരിത്രത്തിൽ ആദ്യമായാണ് 3 അംഗങ്ങൾ നിയമസഭയിൽ എത്തുന്നത് എന്നുള്ള പ്രധാന പ്രത്യേകത കൂടി ഉണ്ട്. നേരത്തെ കോർ കമ്മിറ്റി യോഗം തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്നിരുന്നു. അന്ന് ഭൂരിപക്ഷത്തിൻ്റെതായ ഒരു തീരുമാനം ഉണ്ടായിരുന്നത് അത് വി മുരളീധരൻ സഭാ അധ്യക്ഷനാകട്ടെ എന്നുള്ളതാണ്. നിയമസഭാ കക്ഷി അധ്യക്ഷനായി വി മുരളീധരൻ വരട്ടെ എന്നുള്ള തീരുമാനമായിരുന്നു അന്ന് കൈക്കൊണ്ടിരുന്നത്. ഭൂരിപക്ഷം അംഗങ്ങളും അത്തരം അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും ഔദ്യോഗികമായി അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് BJP എത്തിയിട്ടില്ല. അതിന് പ്രധാന കാരണം രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്, രാജീവ് ചന്ദ്രശേഖറിന്റെ വാദം എന്ന് പറയുന്നത് താൻ നിലവിൽ സംസ്ഥാന അധ്യക്ഷനായി ഉണ്ട്. ഒപ്പം തന്നെ തന്റെ പ്രവർത്തനം ഒക്കെ കൊണ്ടാണ് 3 സീറ്റിലേക്ക് BJPക്ക് വിജയിക്കാനായതും വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിയുകയും ഇതുവരെ ഇല്ലാത്ത നിലയിൽ 3 സീറ്റിൽ വിജയിച്ച് നിയമസഭയിൽ എത്താൻ കഴിയുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ താൻ കക്ഷി നേതാവാകും എന്നുള്ള അഭിപ്രായമാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിൽ നിലവിൽ വി മുരളീധരനെ കക്ഷി നേതാവാക്കാനായിരുന്നു താല്പര്യം. കാരണം കേരളത്തിൽ ഒരുപാട് പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ് വി മുരളീധരൻ. ഒപ്പം തന്നെ നിയമസഭയിൽ പല വിഷയങ്ങളും വരുന്നതാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പഠിച്ചവതരിപ്പിക്കുന്നത് പോലെയല്ല, പല വിഷയങ്ങളും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിൽ വി മുരളീധരൻ നിയമസഭാ കക്ഷി നേതാവായാൽ മാത്രമേ ആ വിഷയത്തിൽ ഒക്കെ ഇടപെടാൻ പെട്ടെന്ന് തന്നെ കഴിയൂ എന്നുള്ള കാര്യം കൂടി അവർ അത്തരം ഒരു പരിഗണന കൂടി കൊടുത്താണ് വി മുരളീധരന്റെ പേര് നിർദ്ദേശിച്ചത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി എന്തായാലും കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കും എന്നതാണ് അറിയേണ്ടത്. നിലവിൽ വി മുരളീധര പക്ഷവും ഒപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കളും ഒക്കെ പറയുന്നത് വി മുരളീധരൻ തന്നെ വരട്ടെ എന്നുള്ളതാണ്. ഇങ്ങനെയൊരു വലിയ ഒരു നമ്പർ BJPയുടെ ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിൽ എത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസരം അത് മുതലെടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് നിലവിൽ ആ നേതാക്കളൊക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ നിലവിൽ ഇതുവരെയും രാജീവ് ചന്ദ്രശേഖർ തയ്യാറായിട്ടില്ല. ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം കക്ഷി നേതാക്കൾ സംസാരിക്കുന്ന അവസരത്തിൽ അവിടെ BJPക്കായി സംസാരിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ്. BJP നേതാക്കളിൽ പലരും, വി മുരളീധരൻ അനുകൂലികൾ പലരും പറയുന്നത് എഴുതിക്കൊണ്ടുപോയി വായിക്കുന്നത് പോലെയല്ല നിയമസഭയിലെ പ്രസംഗങ്ങൾ നടത്തേണ്ടത്. അവിടെ പല വിഷയങ്ങളിലും ഇടപെട്ട് സംസാരിക്കേണ്ടി വരും. കക്ഷി നേതാവ് എന്ന നിലയിൽ ആരാണോ കക്ഷി നേതാവ് അവർക്കാണ് അവസരം ലഭിക്കുക. അങ്ങനെ ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിൽ ചില വിഷയങ്ങൾ പഠിച്ച് മാത്രം എത്തുന്ന ഒരു നേതാവായി മാറിയാൽ പോരാ. BJPയുടെ ഉറച്ച ശബ്ദമായി മാറാൻ അത് വി മുരളീധരനെ പോലെയുള്ള